ഓണ സെലിബ്രേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഓടിപ്പോയി ദോശ ചുട്ടു. അമ്മ ഇപ്പുറത്ത് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശപ്പായിരുന്നുകൊണ്ട് കഴിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയി. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന കഴിച്ചിട്ടാണോ എന്ന് ചോദിക്കേണ്ട, എനിക്ക് പറ്റത്തില്ല, വിശക്കും കേട്ടോ. അതുകൊണ്ടാണ് തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ പാൽപ്പായസം കിട്ടുന്നുണ്ട്. അതും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ അത്തപ്പൂക്കളം കൊള്ളാം അല്ലേ. പെട്ടെന്ന് റെഡിയായിട്ട് ജിമ്മിലോട്ട് ചെന്നു. അവിടെയാണ് ഓണപരിപാടി നടക്കുന്നത്. ചെന്ന മാത്രം ഇതിന്റെ കളറിപ്പേറ്റ് കണ്ട് എന്റെ കണ്ണിങ്ങനെ മിഴിഞ്ഞു വരുമായിരുന്നു. യാതൊട്ടിനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആദ്യമായിട്ടല്ലേ നമ്മൾ നേരിട്ട് കാണുന്നത്. കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ മാവേലി രാമേണ്ണന്റെ വക ബോഡി ഷോ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ മാവേലി ഒരു കില്ലാടിയാണ്. ഡാൻസിലും കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസിന് സുന്ദരി പെണ്ണുങ്ങൾ ഒട്ടും മോശമല്ലായിരുന്നു. അതിനുശേഷം കസേരകളി ഉണ്ടായിരുന്നു. പിന്നെ സദ്യ മുഖ്യമല്ലേ. ഇനി ഉണ്ടല്ലോടാ, കഴിഞ്ഞിട്ടില്ല. വീണ്ടും പരിപാടികളായിരുന്നു. സുന്ദരിക്ക് പൊട്ടുകുത്തിലും അങ്ങനെ ഇങ്ങനെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. മാത്രമല്ല എന്നെ ഞെട്ടിച്ചത് പിള്ളേരുടെ പുഷപ്പ് മത്സരം ഉണ്ടായിരുന്നു. യാതൊട്ടിനും കൂടിയിട്ടുണ്ടായിരുന്ന പിള്ളേരെല്ലാം കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് വടംവലി. ഇന്നത്തെ എന്റെ ദിവസം അയൺ വേൾഡിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ഈ അടിപൊളിയായിരുന്നു. യാതൊട്ടിന് കിട്ടിയ സമ്മാനം അവിടെ വെച്ച് തുറന്നിട്ടും കൂടിയാണ് പോകുന്നത്.